വളരെ ടേസ്റ്റായിട്ടുള്ളൊരു കൂന്തൽ റെസിപ്പിയാണ് ഇന്നത്തെ. ഒരു കൂന്തൽ കറിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നന്നായി കഴുകി വൃത്തിയാക്കി ഒരു 400 ഗ്രാം കൂന്തലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ കൂന്തലിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ്, ഏകദേശം ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ കറി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, ഞാൻ ഇതിൽ വെള്ളം ചേർക്കുന്നില്ല. ഓൾറെഡി കൂന്തലിൽ ഒരു ഇച്ചിരി വെള്ളം ഉണ്ടാകും നമ്മൾ വേവിച്ച് വരുമ്പോൾ. അപ്പോൾ ഞാനിതൊരു കുക്കറിലാണ് ഇട്ടിരിക്കുന്നത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനൊരു മീഡിയം ഫ്ലെയിമിലൊരു 3 വിസിൽ വരുന്നത് വരെ നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. ഇനി നമുക്ക് കൂന്തലിനുള്ള മസാല നമുക്ക് റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു ചെറിയ തേങ്ങ, ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അരമുറിയേക്കാൾ കുറച്ചുകൂടി കൂടുതൽ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയാണ് എടുത്തത്. നിങ്ങൾ കുരുമുളക് ഉണ്ടെങ്കിൽ കുരുമുളക് എടുത്താലും കുഴപ്പമില്ല. 2 കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. ഒരു 3 ഏലക്കായും അതുപോലെ തന്നെ 3 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. കുറച്ച് കരിവേപ്പില എടുത്തിട്ടുണ്ട്. കുറച്ച് കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. ഇതൊന്നും എടുത്ത് നമുക്കിതൊന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. പാൻ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് നേരത്തെ എടുത്ത് വെച്ച തേങ്ങയും അതുപോലെ തന്നെ കരിവേപ്പില, കാഷ്യൂനട്ട്, ഈ പറയുന്ന ഗ്രാമ്പും ഏലക്കായും പട്ടയും ഈ കുരുമുളക് പൊടിയെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. തേങ്ങയുടെ കളറൊക്കെ ഒന്നും പറഞ്ഞാൽ തീയലിന് വറക്കുന്ന അത്രയും ഇതിൽ വേണ്ട. പക്ഷേ എന്നാൽ ഇതൊന്ന് നന്നായി ഫ്രൈ ആവുന്നവരെ ജസ്റ്റ് റോസ്റ്റ് ആവുന്നവരെ നമുക്കൊന്ന് നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഏകദേശം നന്നായി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ല ഫൈനായിട്ട് ഇതിനൊന്ന് നമ്മൾ അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് ഇതിനൊന്ന് പേസ്റ്റ് മാറ്റി നമുക്കിതിനൊന്ന് അരച്ചെടുക്കാം. ഒരു ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമ്മളതിലേക്ക് ഒരു 2 മീഡിയം സൈസിലുള്ള സവോള എടുത്ത് ചെറുതായി കട്ട് ചെയ്തിടുന്നുണ്ട്. കൂടാതെ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ, അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയാണ്, രണ്ടും കൂടി ചേർത്ത് 1.5 ടേബിൾ സ്പൂൺ ആണുള്ളത്. ഇത് ചേർത്ത് ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കരിവേപ്പില കൂടി ചേർക്കാം. 1-2 തണ്ട് കരിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ട് ഇതിനൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയെല്ലാം ഏകദേശം ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 തക്കാളി ചെറുതായി കട്ട് ചെയ്ത്, മീഡിയം സൈസുള്ള തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ഇത് 2 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് വരെ നമുക്കിതിനൊന്ന് 2 മിനിറ്റ് 3 മിനിറ്റ് നമുക്കിതിനൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് വേവിക്കുമ്പോൾ തക്കാളി എല്ലാം പെട്ടെന്ന് വെന്ത് കിട്ടും. അതിനാണ് അടച്ച് വെച്ച് വേവിക്കുന്നത്. ഒരു 2-3 മിനിറ്റ്സ് നമുക്കിതിനെ അടച്ച് വെച്ച് വേവിക്കാം. തക്കാളിയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ കൂടി ചേർക്കാം. നേരത്തെ നമ്മൾ സ്ക്വിഡ് വേവിക്കുമ്പോൾ നമ്മൾ കുറച്ച് മുളക് ചേർത്തായിരുന്നു, ഉപ്പും ചേർന്നു. അപ്പോൾ അത് ചേർത്തിട്ട് അതിനനുസരിച്ച് വേണം നമ്മൾ ബാക്കിയുള്ള മസാല കൂടി ചേർക്കാൻ. ഞാനിതിലേക്ക് 1 ടീസ്പൂണും കൂടെ മുളക് ചേർക്കുന്നുണ്ട്. കൂടാതെ ഒരു 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. രണ്ടിൻ്റെ നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമണം നന്നായിട്ട് മാറുന്നത് വരെ. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പച്ചമണം എല്ലാം ഒന്ന് മാറി വന്ന സമയത്ത് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കൂന്തൽ നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് നമുക്കൊരു
5-6 മിനിറ്റും കൂടി നമുക്കിതിലൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കാം. ചൂടുവെള്ളം ചേർക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഞാനിതിലേക്ക് ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. നല്ല ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. എന്നതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് കൂടി നമുക്കിതിനെ അടച്ച് വെച്ച് വേവിക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്കുള്ള ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തിരി ഉപ്പും കൂടി ചേർക്കണം. ഒരു 10 മിനിറ്റ് നമുക്കിതിനെ ഒന്നും കൂടി അടച്ച് വെച്ച് വേവിക്കാം. ഈ സമയത്ത് നമുക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പ് കൂടെ ചേർത്തേക്കാം. അതിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇതൊന്നും കൂടി കുറുകി വരുന്നവരെ നമുക്കിതൊന്ന് തുറന്ന് വെച്ച് കുറച്ച് നേരം കൂടി ഇതിനെ വേവിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയുള്ളൊരു റെസിപ്പിയാണിത്. എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിലും കൂടി ഒന്ന് അറിയിക്കുക.